ക്രിസ്തു പ്രത്യാശയാകുന്നു. ആമേൻ. പ്രത്യാശയാകുന്ന ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്നു. ക്രിസ്തു നിരാശയല്ല, ക്രിസ്തു സങ്കടമല്ല, ക്രിസ്തു മനോഭാരമല്ല, ക്രിസ്തു മനോവേദനയല്ല, ക്രിസ്തു ഒരു പ്രത്യാശയാണ്. ഇന്ന് പകൽക്കാലം ക്രിസ്തു നിന്റെ അകത്തുണ്ടെങ്കിൽ എൻ്റെ അകത്തൊരു വേദനയുണ്ടെന്ന് പറയാൻ കഴിയത്തില്ല, എൻ്റെ അകത്തൊരു സങ്കടമുണ്ടെന്ന് പറയാൻ കഴിയത്തില്ല. എൻ്റെ അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ കഴിയാം, എനിക്കൊരു പ്രത്യാശയുണ്ട്. ആമേൻ. എന്ത് കണ്ടിട്ടാ പ്രത്യാശയുള്ളത്? ആമേൻ. കയ്യിലിരിക്കുന്ന കാശ് കണ്ടിട്ടാണോ? കൂടെയുള്ള മനുഷ്യരെ കണ്ടിട്ടാണോ? ചുറ്റുപാടുകൾ അനുകൂലമായതുകൊണ്ടാണോ? അല്ലല്ല. പകരം എൻ്റെ അകത്തൊരു ക്രിസ്തുവുണ്ട്. എൻ്റെ അകത്ത് കിടക്കുന്ന ക്രിസ്തു എന്നോട് പറയുകയാണ്, പ്രതിസന്ധികളിൽ നീ നിരാശപ്പെടരുത്. There is a better hope. There is a glorious hope for you. ഇന്ന് പകൽക്കാലം ക്രിസ്തു അകത്തുള്ളവൻ പറയാ, എനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു പ്രത്യാശയുണ്ട്. അതൊരു സാധാരണ പ്രത്യാശയല്ല, അത് മഹത്വത്തിൻ്റെ പ്രത്യാശ. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ നിരാശയില്ല, എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കുമ്പോൾ നിരാശയില്ല, എനിക്ക് എൻ്റെ സഭയെ നോക്കുമ്പോൾ നിരാശയില്ല, എനിക്ക് എൻ്റെ പ്രസ്ഥാനത്തെ നോക്കുമ്പോൾ നിരാശയില്ല, എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ നോക്കുമ്പോൾ നിരാശയില്ല, എനിക്ക് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ എവിടെയും എനിക്ക് നിരാശയില്ല. ഞാൻ എവിടേക്ക് നോക്കിയാലോ എൻ്റെ ഹൃദയത്തിനകത്ത് നിറയുന്നത് മുഴുവനോ ഒരു പ്രത്യാശയാണ്. പക്ഷേ അത് സാധാരണമായ ഒരു പ്രത്യാശയല്ല. Not an usual hope, but a glorious hope, a hope of glory.